ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പുതിയ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അതായത് നമ്മൾ റിയലായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റാണ്. അതായത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ തരുന്ന റിട്ടേൺസ് വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരിക്കുന്നത്. ആ ഒരു സിസ്റ്റമേ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. റിയലായിട്ട് നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുക. നമ്മൾ ഇവിടെ ഈ ഒരു സിസ്റ്റം കാണിച്ചു തരുന്നത് സിഗ്നൽസ് മാത്രം കാണിച്ചു തരും. അതായത് ഏത് കോയിനകത്താണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നമുക്കറിയാം, നമുക്ക് മില്യൺസ് ഓഫ് ട്രേഡിംഗ് കോയിൻസ് ഉണ്ട്, അതായത് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അതിനകത്ത് ഏത് കോയിനകത്ത് നിലവിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെൻറ്റ് കിട്ടും എന്ന് മാത്രം കാണിച്ചു തരും. അത് നോക്കിയിട്ട് നമ്മൾ മാനുവലി ഇരുന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൽ തന്നെ അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം കാണിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തോടെ ലൈവായിട്ട് ആ ട്രേഡ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്ന രീതി ആർബിട്രേജ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആർബിട്രേജ് ട്രേഡിംഗ് മിക്ക ആൾക്കാർക്കും അറിയാം, പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിൽ വില കുറഞ്ഞ് നിൽക്കുന്ന കോയിൻ ബൈ ചെയ്തിട്ട് മറ്റൊരു എക്സ്ചേഞ്ചിൽ വില കൂടി നിൽക്കുന്ന ടൈമിൽ സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡാണ് ആർബിട്രേജ് ട്രേഡിംഗ്. നമുക്ക് ഒരുപാട് ട്രേഡിങ്സ് ഉണ്ട്. ഇപ്പം സ്പോട്ട് ട്രേഡിംഗ്, ഫ്യൂച്ചർ ട്രേഡിംഗ്, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ്, ഡേ ട്രേഡിംഗ്. അതിനെല്ലാം വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഏറ്റവും സേഫായിട്ടും നല്ല രീതിയിൽ ഹ്യൂജ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ആർബിട്രേജ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്ക് ടെക്നോളജി ഒരുപാട് ആവശ്യം വരും. നമുക്ക് ഒരുപാട് ടൂൾസ്, AI ടൂൾസ്, ഇതെല്ലാം നമുക്ക് ആവശ്യം വരും. കാരണം നമുക്കറിയാം, ഇപ്പം എക്സാമ്പിൾ എതേറിയം എന്നൊരു കറൻസി എടുക്കുവാണ്. എതേറിയത്തിനകത്ത് ഓരോ സെക്കൻഡും $1 മില്യൺ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. അതായത് അതിൻ്റെ പ്രൈസ് ഹൈ ഫ്ലക്ച്വേഷൻസ് ആണ് ആ കോയിനിൽ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു ഫ്ലക്ച്വേഷൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അടുത്ത എക്സിൻ്റെ എത്രയാണോ പ്രൈസ് അത് അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് നമുക്ക് വേണം. ഇതിന് ഏകദേശം 10-30 ലക്ഷം രൂപ ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിയൽ ആയിട്ടുള്ള രീതിയിൽ ആർബിട്രേജ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതൊന്നുമില്ലാതെ നമുക്ക് മാനുവലി ട്രേഡ് ചെയ്യാം. കാരണം ഈ ഒരു സിഗ്നൽസ്, ആ ഒരു ടെക്നോളജി ഉള്ള ഒരു പ്ലാറ്റ്ഫോം കാണിച്ചു തരും. ഈ ഒരു പ്ലാറ്റ്ഫോം കാണിച്ച ആ ഒരു സിഗ്നൽസ് നോക്കിയിട്ട് നമുക്ക് മാനുവലി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, നമുക്ക് ലോൺ എമൗണ്ട് കിട്ടുന്നു. അതായത് ഫ്ലാഷ് ലോൺ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യാനാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് $500 ആണ്. ആ $500 നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് 300x, അതായത് 300x ഫ്ലാഷ് ലോൺ നമുക്ക് കിട്ടുന്നു. ആ ഫ്ലാഷ് ലോൺ തരുന്നത് ആവേ എന്ന് പറയുന്ന മണി ലെൻഡിങ് എക്സ്ചേഞ്ചാണ് നമുക്ക് ഫ്ലാഷ് ലോൺ തരുന്നത്. ഏകദേശം 500ൻ്റെ 300x എന്ന് പറയുമ്പോൾ $150,000 നമുക്ക് ക്യാപിറ്റൽ വരുന്നത്. ആ ഒരു ക്യാപിറ്റൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? 0 ലോസ് ആണ് ഇവിടെ വരുന്നത്. 100% സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ് ലോസിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. നമ്മൾ മനഃപൂർവ്വം ലോസ് വരട്ടെ എന്ന് വിചാരിച്ചൊരു ട്രേഡ് എടുത്താൽ പോലും ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ലൈവ് ട്രേഡിങ്ങും, അതായത് ലോസ് വരുന്നൊരു ട്രേഡിങ്ങും, മനഃപൂർവ്വം ലോസ് വരുന്നൊരു ട്രേഡിംഗ് എടുക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ലൈവായിട്ട് കാണിക്കുമെങ്കിലും നിങ്ങൾക്ക് അത് ലൈവായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ് കാര്യങ്ങൾ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ബ്ലോക്ക് ചെയിനിലാണ്, പോളിഗൺ നെറ്റ്വർക്കിൻ്റെ ബ്ലോക്ക് ചെയിനിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേൾഡിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ബൂമറാങ് എന്നാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്, ഇതിൻ്റെ ഓണേഴ്സ് VROL സതോഷി എന്ന കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്പനിയല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ് VROL സതോഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ 17 വർഷമായിട്ട് മാർക്കറ്റിലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് VROL സതോഷി എന്ന് പറയുന്നത്. VROL സതോഷിയുടെ നിലവിലുള്ള CEO ഷാവേസ് ആണ്. അദ്ദേഹം നമ്മുടെ ഇന്റർനാഷണൽ സൂം മീറ്റിങ്ങിൽ ലൈവായിട്ട് വരുന്നുണ്ട്. ലൈവിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. കാരണം ടെക്നോളജിയിൽ അത്രത്തോളം നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് VROL സതോഷിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി കോയിൻ ഉണ്ട്, ബിറ്റ് കോയിൻ കോഡ് എന്നാണ്, BTCC. നിലവിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. BTC എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ അതേ റൂൾസ് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കോയിൻസാണ്. അപ്പം ഇന്നലെ വന്ന ഒരു പ്രൊജക്റ്റ് ഒന്നുമല്ല, വർഷങ്ങളായിട്ട് നിലവിൽ ഒരുപാട് പ്ലാൻസോടെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് VROL സതോഷിയുടെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ആർബിട്രേജ് ട്രേഡിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സീറോ കൊളക്ടർ ഫ്ലാഷ് ലോണും കൂടെ ചേർന്നിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇനി എന്താണ് ആർബിട്രേജ് ട്രേഡിംഗ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വില കുറഞ്ഞ് നിൽക്കുന്ന ഒരു കോയിൻ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മേടിച്ചിട്ട് വില കൂടി നിൽക്കുന്ന അടുത്ത എക്സ്ചേഞ്ചിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിൽ ഒരു ബിറ്റ് കോയിൻ്റെ വില, ഒരു BTCയുടെ വില $30,000 ആണ്. ഓക്കെ, ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിലുള്ള ബിറ്റ് കോയിൻ്റെ ആ ഒരു സെയിം റേറ്റ് ആയിരിക്കില്ല മറ്റൊരു എക്സ്ചേഞ്ചിൽ ആ ടൈമിലുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ബിനാൻസിൽ നിന്ന് 30,000 വർത്തുള്ള ഒരു ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ട് അടുത്തൊരു എക്സ്ചേഞ്ചിലാണ്
അതായത് OKX എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിനകത്ത് ആ ടൈമിൽ ബിറ്റ് കോയിൻ്റെ വില $31,000 ആണെങ്കിൽ നമ്മൾ അതവിടെ കൊണ്ടുവന്ന് ഫാസ്റ്റായിട്ട് സെല്ല് ചെയ്യുന്നു. ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ച പ്രോഫിറ്റ് എത്രയാണ്? 30,000 വാങ്ങിച്ച ബിറ്റ് കോയിൻ നമ്മൾ വിറ്റത് 31,000 വിറ്റത്. അവിടെ നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് $1,000 പ്രോഫിറ്റ് ലഭിച്ചത്. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ സിമ്പിൾ പ്രോസസ്സാണ്, റിസ്ക് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഹ്യൂജ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡിംഗ് മെത്തേഡാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഡെഫി ഫ്ലാഷ് ലോൺ. ഫ്ലാഷ് ലോൺ ആണെന്ന് മിക്ക ആൾക്കാരും കേട്ട് കാണത്തില്ല, പക്ഷേ ട്രേഡ് ചെയ്യുന്ന മിക്ക ആൾക്കാർക്ക് അറിയാം എന്താണ് ഫ്ലാഷ് ലോൺ എന്ന് പറയുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ലോൺസ് ഒരുപാട് പ്രൊജക്ട്സ് തരുന്നുണ്ട്. അതിന് നമുക്ക് ഒരുപാട് എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അവർ പറയുന്ന ഒരു എക്സാം പാസ്സായാൽ പോലും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് $50,000 $1,00,000 എല്ലാം അവർ ട്രേഡ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. അവിടെ നമുക്ക് പ്രോഫിറ്റ് പകുതി അവർക്ക് കൊടുക്കാൻ വേണം, പകുതിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ അതേ സെയിം സിസ്റ്റമാണ്. നമ്മളൊരു 500 മോർട്ടേജ്, അതായത് ഒരു എഗ്രിമെൻറ്റ് ആവേയിലോട്ട് കൊടുക്കുമ്പോൾ ആവേയിൽ നിന്നാണ് നമുക്ക് ഫ്ലാഷ് ലോൺ തരുന്നത്. ഇപ്പോൾ 500ന് 300x ഫ്ലാഷ് ലോൺ എന്ന് പറയുമ്പോൾ $1,50,000 നമുക്ക് ഫ്ലാഷ് ലോൺ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലാഷ് ലോൺ തിരിച്ച് പേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നമുക്കിവിടെ ലോസ് വരുന്ന ട്രേഡിംഗ് ആണ്. നമ്മളൊരു ട്രേഡ് എടുത്തു, ആ ഒരു ട്രേഡിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ 0.05% പ്രോഫിറ്റ് ആവേയിലോട്ട് പേ ബാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ലോണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. കാരണം നമ്മൾ മാനുവൽ ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം ഫുള്ളി സ്മാർട്ട് കോൺട്രാക്റ്റിൽ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ആവേ എന്ന എക്സ്ചേഞ്ച്, അതായത് നമുക്ക് ലോൺ തരുന്ന എക്സ്ചേഞ്ച് ആവേ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാം, ആവേ ഈസ് ആൻ എതേറിയം ബേസ്ഡ് പ്രോട്ടോകോൾ ദാറ്റ് ഓഫേഴ്സ് ഓട്ടോമേറ്റഡ് ക്രിപ്റ്റോ ലോൺസ്. ഓക്കെ, എതേറിയം ബേസ്ഡ് പ്രോട്ടോകോൾ സ്ഥിതി ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ക്രിപ്റ്റോ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ആവേ എന്ന് പറയുന്നത്. യൂസർ ക്യാൻ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ കറൻസി ആസ് കൊളാട്രൽ ആൻഡ് ബോറോ അതർ ക്രിപ്റ്റോ കറൻസി അപ് ടു സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് കൊളട്രൽ വാല്യൂ. അതായത് യൂസേഴ്സിന്, അതായത് ലോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു കൊളട്രൽ കൊടുത്തുകൊണ്ട്, അതായത് ഒരു എഗ്രിമെൻറ്റ് തുക കൊടുത്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി ലോണായിട്ട് വാങ്ങിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു 500 ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് അത് കൊളട്രൽ കൊടുക്കുകയാണ്, അതായത് ഒരു എഗ്രിമെൻറ്റ് കൊടുക്കുകയാണ്. അപ്പം 500ന് 300x ആണ് നമുക്ക് ഫ്ലാഷ് ലോൺ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൻ്റെ 0.09% നമുക്ക് തിരിച്ച് ആവയ്ക്ക് റീപേ ചെയ്യണം. ഓക്കെ, ഇതാണ് ആവേ എക്സ്ചേഞ്ചിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി ആവയുടെ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആവയുടെ വെബ്സൈറ്റ്. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണിത്, ഫുള്ളി സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആവേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സെക്കൻഡ്സിലും ആ എമൗണ്ട് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വേരിയേഷൻ എന്ന് വെച്ചാൽ ആവയ്ക്ക് ഓരോ സെക്കൻഡ്സും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റാണ് ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. കാരണം ഓരോ സെക്കൻഡിലും ട്രേഡേഴ്സ് ആവയിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ചെറിയ പെർസെൻറ്റേജ് ആവയ്ക്ക് റീപേ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആവയുടെ ധർമ്മം എന്ന് പറയുന്നത്. ആവയ്ക്ക് ഓരോ സെക്കൻഡും പ്രോഫിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഡൗട്ടാണ്, എന്തുകൊണ്ട് ഈ ആവേ എക്സ്ചേഞ്ച് നമുക്ക് പ്രോഫിറ്റ് ഈ ഇത്രയും വലിയൊരു ലോൺ എമൗണ്ട് തന്നുകൊണ്ട് എന്താണ് ആവയ്ക്ക് ഗുണമെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആവയുടെ ഗുണം. കാരണം ആവയ്ക്ക് ഓരോ സെക്കൻഡിലും പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്ന ആ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഞാനിത് ജസ്റ്റ് സ്ക്രീൻഷോട്ടാണ്, PDF സ്ക്രീൻഷോട്ടാണ്, നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം WMATIC അതായത് മാറ്റിക് എന്ന കോയിനകത്ത് നമ്മളിപ്പം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.29% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ ഓരോ സെക്കൻഡ്സിലും മാറിക്കൊണ്ടിരിക്കും. ഇത് നോക്കിയിട്ട് നമ്മൾ മാനുവലി വേണം ട്രേഡ് ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം WMATIC എന്ന കോയിനകത്ത് 1% പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇപ്പം മാറ്റിക് കോയിനകത്ത് മാറ്റിക് ബാർ LDO എന്ന കോയിൻ ഞാനിവിടെ പെയിൻ്റ് എടുത്തൊന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഇപ്പം $1,50,000 നമ്മുടെ ക്യാപിറ്റലുണ്ട്. ആദ്യം നമ്മൾ ആ മാറ്റിക് കോയിനകത്ത് ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, ഈ 1,50,000 നിന്ന് ഞാൻ ഒരു $50,000 ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു കോയിനകത്ത് 1% പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു കോയിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവാനുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. ആ 1 മിനിറ്റ് കൊണ്ട് ട്രേഡ് എക്സിക്യൂട്ടായി പ്രോഫിറ്റ് വരും.
അപ്പം $50,000 1% എന്ന് പറയുമ്പോൾ $500 നമുക്ക് പ്രോഫിറ്റായി. ഓക്കെ, ബാലൻസ് നമ്മുടെ കയ്യിൽ $1,00,000 വീണ്ടും ബാലൻസ് ഇരിപ്പുണ്ട്. അതിനകത്ത് വീണ്ടും നമ്മളൊരു $50,000 ട്രേഡ് എടുത്തു, 1% പ്രോഫിറ്റ് കിട്ടി. നമുക്ക് മെറ്റാമാസ്കിൽ വന്ന പ്രോഫിറ്റ് $500 വന്നു. ഓക്കെ, വീണ്ടും നമ്മുടെ ഈ ബാലൻസ് ഉള്ളത് എത്രയാണ്? വീണ്ടും $50,000 നമ്മുടെ ഈ ബാലൻസ് ഉള്ളത്. വീണ്ടും $50,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു ട്രേഡ് എടുത്തു. ഏകദേശം 1% പ്രോഫിറ്റുള്ള ട്രേഡ് നമ്മൾ എപ്പോഴും എടുക്കുക. അതിൻ്റെയും 500 നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ഓൺ എമൗണ്ട് അവിടെ തീർന്നു. ഓക്കെ, അതായത് നമ്മുടെ ഫ്ലാഷ് ഓൺ എമൗണ്ട് ഫുള്ളി അവിടെ തീർന്നു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ ഈ $1,500 പ്രോഫിറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,500 കുറഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഇതിൽ കൂടുതലും ചില സമയത്ത് നമുക്ക് 4%, 5% വരെ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ഓൺ എമൗണ്ട് അവിടെ തീർന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 500ൻ്റെ പാക്ക് വീണ്ടും എടുക്കാം, അല്ലെങ്കിൽ 1000ൻ്റെ പാക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് 3000ൻ്റെ പാക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലാഷ് ഓൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നിലവിലുള്ള ലൈസൻസ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് എത്ര രൂപയ്ക്കാണ് ഈ പാക്ക് പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്. ലൈസൻസ് 1 എന്ന് പറയുന്നത് $500 ആണ്. ഓക്കെ, $500 നിലവിൽ നമ്മൾ ബേറ്റ വെർഷനാണ്. ബേറ്റ പീരീഡ് നോക്കി നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള പീരീഡാണ്. March 1 MVP ലോഞ്ചിങ്. അപ്പം March 1 ഇപ്പം നമ്മൾ $500 സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് $1,500 ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്നത്. അതായത് ജസ്റ്റ് നമുക്ക് ഒരാൾ ട്രേഡ് കാണിച്ചു കൊടുക്കണം. ട്രേഡ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് $1,500 ക്യാപിറ്റൽ കിട്ടും. മാർച്ചിൽ ഇത് MVP ലോഞ്ചിങ് ആണ്. അതായത് ലോഞ്ച് ആവുന്ന ടൈമിൽ നമുക്ക് ഫ്ലാഷ് ഓണായിട്ട് ടോട്ടലി $1,50,000 നമുക്ക് ലോൺ എമൗണ്ട് സാങ്ഷൻ ആവും. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ലൈസൻസ് 2 ആണ്. ലൈസൻസ് 2 എന്ന് പറയുന്നത് $1,000 ആണ്. അത് നമുക്ക് നിലവിൽ ബേറ്റ വെർഷൻ കിട്ടുന്ന ലോൺ എമൗണ്ട് $3,000 ആണ്. മാർച്ചിൽ $3,00,000 നമുക്ക് ഫ്ലാഷ് ഓൺ കിട്ടും. ലൈസൻസ് 3 $3,000, ബേറ്റ പീരീഡിലുള്ള ലോൺ എമൗണ്ട് $10,000. MVP ലോഞ്ചിങ് ആവുന്ന ടൈമിൽ $9,00,000 ആണ് നമുക്ക് ഫ്ലാഷ് ഓൺ കിട്ടുന്നത്. പിന്നെ 5,000 ഉണ്ട്, പിന്നെ 10,000ൻ്റെ പാക്കേജാണ് ഉള്ളത്. ഏറ്റവും വലിയ പാക്കേജ് നമുക്ക് 10,000ൻ്റെ ആണ് പാക്കേജ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിലവിൽ നമുക്ക് അറിയാം March 1 ഇതിൻ്റെ MVP ലോഞ്ചിങ് ആണ്. അതിന് മുമ്പായിട്ട് നമ്മൾ വൈറ്റ് ലിസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ആകെ 1,00,000 IDs മാത്രമേ അവർ വൈറ്റ് ലിസ്റ്റ് ചെയ്യൂ എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മാർച്ചിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആൾക്കാരെ പ്രോഫിറ്റ് കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ അത് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ March 1 എമൗണ്ട് ഇട്ട് ആക്ടിവേഷൻ ചെയ്താലും നമുക്ക് മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആരും ഈ ഒരു അവസരം മിസ്സാക്കരുത്. മാക്സിമം നിങ്ങൾ ഫെബ്രുവരി തന്നെ വൈറ്റ് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് കാണിച്ചു തരാം. ലൈവായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ക്രോം ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ PC ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് ഫോണിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ബെറ്റ ഡോട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ ഇങ്ങനെ സിഗ്നൽസ് കാണിക്കുന്നത് കാണാൻ പറ്റും. ഓരോ കോയിനകത്തുള്ള സിഗ്നൽ ഇത് ഓരോ സെക്കൻഡ്സ് മാറിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് മില്യൺസ് ഓഫ് ക്രിപ്റ്റോ കറൻസി കോയിൻ ഉണ്ട്. അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഇത് കാണിച്ചു തരും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്, എങ്ങനെയാണ് ലോസ്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന ഓപ്ഷൻ കാണാം, അത് നോക്കാം. ഇവിടെ നമുക്ക് കോയിൻസ് കാണാം. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പം 1% മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന കോയിൻസ് മാക്സിമം ചൂസ് ചെയ്യുക. ഇപ്പം ലിങ്ക് ബാർ എതേറിയം 1.16 ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ലിങ്ക് ബാർ എതേറിയം. വൺ സെക്കൻഡ്, ഇവിടെയാണ് നമുക്ക് ബാലൻസ് കാണിക്കുന്നത്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, മെറ്റാമാസ്ക് ഒന്ന് കണക്ട് ചെയ്യാം. കാരണം ഓരോ ട്രേഡിലും നമുക്ക് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, ഇതെൻ്റെ മെറ്റാമാസ്ക് വാലറ്റ് ആണ്. പോളിഗൺ മെയിനായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു നോക്കുക, കാരണം എൻ്റെ നിലവിലുള്ള ബാലൻസ് ആണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എഴുതി വെക്കുകയെന്ന് ചെയ്യുക, കാരണം ഇതിനകത്തോട്ട് പ്രോഫിറ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുകയാണ്. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ചെക്ക് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അല്ലേ, ഓരോ സെക്കൻഡ്സും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റർ ചെയ്യണം. ഇവിടെ ഡായ് എന്ന കോയിനകത്താണെങ്കിൽ 1% ഡായ് ബാർ USDC. ഓക്കെ, നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. ഡായ് എൻ്റർ ക്വാണ്ടിറ്റി എൻ്റർ കൊടുക്കുക. ഒരു $10 എടുക്കാം. USDC ആണ് കോയിൻ. ടൈം ലേറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് വേരിയേഷൻ സംഭവിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ റെഡിൽ കാണിക്കും. കണ്ടില്ലേ, നമുക്കിവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞു, 0.2% കുറഞ്ഞു. ശരിക്കും നമുക്ക് 1 ആയിരുന്നു, നമുക്ക് ഇത്രയും ടൈം ലേറ്റ് ആയപ്പോഴത്തേക്കും ആ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് പ്രോഫിറ്റബിൾ അല്ല, 0.2 അല്ല. നമ്മളെപ്പോഴും 1% ട്രേഡ് എടുക്കാം. നമുക്ക് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ലിങ്ക് ബാർ USDC. ഓക്കെ, ഇതെടുക്കാം. ലിങ്ക് ബാർ USDC. എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, $40. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്, കാരണം പെട്ടെന്നാണ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഇവിടെ നോക്കാം എതേറിയം ബാർ LDO കോയിൻ ചെക്ക് ചെയ്ത് നോക്കാം. എതേറിയം ക്വാണ്ടിറ്റി ഒരു $100 ഇട്ട് നോക്കാം. എതേറിയത്തിൻ്റെ റേറ്റ് വെച്ചിട്ട് ഓക്കെ, $113 ഇട്ട് ചെയ്യുകയാണ് ഞാൻ. എതേറിയം ബാർ LDO. ഓക്കെ, LDO. ഇത് ലോസ് ഇൻ ട്രേഡ് ആണ്, കണ്ടില്ലേ. നമുക്ക് റെഡിലേക്ക് പോയി -0 എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ ട്രേഡ് ആണ്. ഒരു പക്ഷേ ഇത് ട്രേഡ് എക്സിക്യൂട്ട് ആണെങ്കിൽ ലോസിലേക്ക് പോകും. ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം, എന്താ സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരാം. കൺഫേം കൊടുക്കുകയാണ്. നോട്ട് എ പ്രോഫിറ്റബിൾ ട്രേഡ്, ട്രാൻസാക്ഷൻ അബോർട്ടഡ് എന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ 0 ലോസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ മനഃപൂർവ്വം ഒരു ട്രേഡ് എടുത്താൽ പോലും ലോസിലേക്കാണെങ്കിൽ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തില്ല. കണ്ടില്ലേ, നോട്ട് എ പ്രോഫിറ്റബിൾ ട്രേഡ്, ട്രാൻസാക്ഷൻ അബോർട്ടഡ് എന്ന് കാണിച്ചു. ഇങ്ങനെയാണ് നമുക്ക് 0 ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് കൊടുക്കുക. USDT ബാർ എതേറിയം. ഓക്കെ, USDT $100 കൊടുത്തു. എതേറിയം കോയിൻ സെലക്ട് ചെയ്യുക. ആ 0.90% ആണ്. എന്തായാലും ഒന്ന് കൊടുത്തു നോക്കാം. 1% ഇല്ലെങ്കിലും 0.9 ഉണ്ട്. കൺഫേം കൊടുക്കാം. ഇവിടെ ഫീസ് പേ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കൺഫേം കൊടുക്കുക. ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ആ ഒരു പ്രോഫിറ്റബിൾ ട്രേഡായി മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, 0.90% പ്രോഫിറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. $0.9 എനിക്ക് ആ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. $100 ഇട്ടത് 0.9 ആയിട്ടുണ്ട്. സക്സസ് ട്രേഡാണ്. ഓക്കെ,
ഇത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് പോളിഗൺ നെറ്റ്വർക്കിനകത്ത് ബ്ലോക്ക് ചെയിനിൽ കാണിച്ചു തരാൻ പോവാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ ഹാഷ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഹാഷ് വെച്ച് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ ട്രേഡ് ചെക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ബ്ലോക്ക് ചെയിനുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് ആവേയിൽ നിന്ന് ലോൺ എടുത്തത് $100 ആണ്. ആ ഡീറ്റെയിൽസ് പിന്നെ ഓരോ ട്രാൻസാക്ഷൻ ഓരോ ഡീസെൻട്രലൈസ്ഡുള്ള എക്സ്ചേഞ്ചിലൂടെ ആ ട്രാൻസാക്ഷൻ സ്വാപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. വീണ്ടും അവസാനം പ്രോഫിറ്റ് വന്നപ്പോഴത്തേക്കും ആദ്യം ആവേയിലേക്ക് റീപേ ചെയ്തു, ലോൺ എമൗണ്ട് റീപേ ചെയ്തു. കണ്ടോ, 405 നമ്മളെടുത്ത എമൗണ്ട് ആവേയിലേക്ക് റീപേ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പ്രോഫിറ്റ് എമൗണ്ട് $0.9 ആണ് നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ മെറ്റാമാസ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ന്യൂ ടോക്കൺ ഫൗണ്ട് എന്ന് കാണിച്ചു. ഇമ്പോർട്ട് USDT ബാലൻസ് ഇവിടെ പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. 0.99 USDT ഇവിടെ നമുക്ക് പ്രോഫിറ്റായിട്ട് മെറ്റാമാസ്ക് അക്കൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം വിഡ്രോവൽ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോവൽ നമ്മുടെ വാലിഡ് തന്നെയാണ് വരുന്നത്. വിഡ്രോവലിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 30 സെക്കൻഡിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാലിഡിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റിയൽ ട്രേഡിംഗ് കണ്ടു, ഒരു ലോസ് വരുന്ന ട്രേഡിംഗ് കണ്ടു. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ട്രേഡിംഗ് പോസിബിൾ ആണോ എന്നുള്ള കാര്യം. കാരണം നമ്മൾ ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ആർബിട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോസിബിൾ. കാരണം നമ്മളൊക്കെ മിക്ക ആൾക്കാരും കണ്ടുള്ളത് ബൈനാൻസിൽ ട്രേഡ് ചെയ്യുന്നതും OKX ട്രേഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കണ്ടുള്ളൂ. ഇതുവരെ ആരും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളൊരു ഡെക്സ് അഗ്രിഗേറ്റർ എടുക്കുക. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഓപ്പൺ ഓഷ്യൻ ഒരു ഡെക്സ് അഗ്രിഗേറ്റർ ആണ്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഇതാണ് വെബ്സൈറ്റ്. അതിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡെക്സ് അഗ്രിഗേറ്റർ എന്ന് കാണാം. അതായത് വി അഗ്രിഗേറ്റ് ദ മോസ്റ്റ് ലിക്വിഡിറ്റി സോഴ്സ് അക്രോസ് ദ വൈഡസ്റ്റ് സെലക്ഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ഇൻ ഡെഫി എംപവറിംഗ് ദ സോഴ്സ് ഓഫ് സാപ്പ് വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ മാർക്കറ്റ് എഫിഷ്യൻസി. ആ മാർക്കറ്റ് എഫിഷ്യൻസി ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. കാരണം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലുള്ള മാർക്കറ്റ് എഫിഷ്യൻസി ഓരോ കോയിൻസിലുള്ള പ്രൈസ് വേരിയേഷൻ ലൈവായിട്ട് കാണിച്ചു തരും. ലോഞ്ച് ഡ്യാപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും എതേറിയം USDT പെയർ. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് എതേറിയം USDTക്കകത്തുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2,926 USDTയുടെ റേറ്റ്. ഒരു എതേറിയത്തിൻ്റെ 2,926 വരും. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ഓരോ സെക്കൻഡ്സിലും നമുക്ക് ഇവിടെ ഒരു റൗണ്ട് സ്ക്രോൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അത് ഓരോ ടൈമിലും ആ പ്രൈസ് വേരിയേഷൻ വരും. ഇവിടെ നമുക്ക് ആ പ്രൈസിലുള്ള ഇമ്പാക്റ്റും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു ടൈമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. എന്തായാലും റീഫ്രഷ് ആകുമ്പോൾ ടൈം ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം അടുത്ത റീഫ്രഷായി പ്രൈസ് മാറുന്നുണ്ട്. വീണ്ടും -0.14% പ്രൈസിൽ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ടൈമിലുള്ള ഓരോ സെക്കൻഡ്സിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഡെക്സ് അഗ്രിഗേറ്റർ. കാരണം ഓരോ ഡീസെൻട്രൽ എക്സ്ചേഞ്ചിലാണെങ്കിലും പ്രൈസ് വേരിയേഷൻ കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. ഈ ഒരു സെയിം സിസ്റ്റമാണ് നമ്മൾ ബൂമറാങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലൈവായിട്ട് ട്രേഡിംഗ് കണ്ടു. ട്രേഡിങ്ങിൽ ലോസ് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടു. ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് വരുന്നത് കണ്ടു. എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെയുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാൻ പഠിക്കേണ്ട. കാരണം നമുക്ക് ഡെയിലി നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് ലൈവ് ട്രേഡിംഗ് നമ്മൾ കാണിച്ചു തരും. സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കാണിച്ചു തരും. ഓഡിറ്റ് ചെയ്യാൻ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ട്രേഡേഴ്സുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം. അവരോട്ട് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അതുപോലെ എന്ത് ഡൗട്ട്സ് ആയാലും നമ്മുടെ സൂം മീറ്റിംഗ് പങ്കെടുക്കുക. ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു, ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.